നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അനൂപിന്റെ ആക്സിഡന്റ് നടന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ചേച്ചി മനസ്സിൽ കണ്ട പ്ലാൻ? വഴിയരികിലെ എന്തോ കണ്ട അർച്ചനയെ വിളിച്ച് പറഞ്ഞെന്നും അത് കേട്ട് അർച്ചന തിരികെ വരാൻ റെഡിയായിട്ട് നിൽക്കുകയാണെന്നും അല്ലേ ചേച്ചി പറഞ്ഞത്? ഇതിപ്പോ അർച്ചന വന്നത് അവളുടെ ഏട്ടൻ വണ്ടിയിൽ നിന്ന് വീണതുകൊണ്ടല്ലേ? അതെ, അനൂപ് വണ്ടിയിൽ നിന്ന് വീണത് കൊണ്ട് തന്നെയാ അർച്ചന തിരികെ വന്നത്. വീഴ്ത്തിയത് ഈ അവന്തികയുടെ ആളുകൾ. നീ എന്ത് കരുതി ഇതൊന്നും ഞാൻ അറിയാതെ നടന്ന കാര്യങ്ങളാണെന്നോ? അപ്പൊ ചേച്ചി പറഞ്ഞു വരുന്നത് അനൂപിന്റെ ആക്സിഡന്റ് ചേച്ചി ക്രിയേറ്റ് ചെയ്തതാണെന്നാണോ? അനൂപിന്റെ ആക്സിഡന്റ് അവന്തിക ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് തന്നെയാ. സച്ചിയോടൊപ്പമുള്ള അവളുടെ ആഘോഷങ്ങൾ ആഘാതമാക്കി മാറ്റാൻ ഞാൻ പറഞ്ഞിട്ട് എന്റെ ആളുകൾ നടത്തിയ ഒരു കുഞ്ഞു ഡ്രാമ. എന്ന് പറഞ്ഞാ ചേച്ചിയാണോ കാറിൽ വന്ന് അനൂപിന്റെ വണ്ടിയിൽ ഇടിച്ചത്? ശരിക്കും പറഞ്ഞാ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവന് ഇടിച്ച് തെറിപ്പിക്കണം എന്ന്. അങ്ങനെയായിരുന്നു അന്നിവിടെ കയറി വന്ന അവന്റെ പെർഫോമൻസ്. ഞാനായിട്ട് ഇതിനിറങ്ങിയ ഇടിച്ച് തെറിപ്പിക്കൽ മാത്രമല്ല, അവന്റെ നെഞ്ചിക്കൂടെ കയറ്റി ഇറക്കുകയും ചെയ്തേനെ. കൊല്ലാനുള്ള വൃന്ദാവനം വീട്ടിലെ ശത്രുക്കളുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് അർച്ചനയുടേതായതുകൊണ്ട് അനൂപിനുള്ള മരണശിക്ഷയിൽ ചെറിയൊരു ഇളവ് കൊടുത്തു. എങ്ങനെയും അർച്ചനെ തിരികെ ഇവിടെ എത്തിക്കണം എന്നല്ലാതെ വേറൊരു ഉദ്ദേശവും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം പേടിപ്പിച്ചു വിട്ടോന്നേ ഉള്ളൂ. എനിക്കെന്തോ അവൻ ചോര വാർന്ന് കിടക്കുന്ന കണ്ടപ്പോ ഒരു സന്തോഷം. അത് ചിലപ്പോ അർച്ചനയുടെ ചോര ആയതുകൊണ്ടാവും. ഒരിക്കലും ഇതിന് പിന്നിൽ ഞാനാണെന്ന് അവൾക്ക് ഊഹം പോലും കിട്ടില്ല. ഇതുപോലെ വേണ്ടപ്പെട്ടവർക്ക് വേദനിച്ചാലേ അവക്കും വേദനിക്കും. അർച്ചന എനിക്ക് ഈ വീട്ടിൽ വേണം. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എന്റെ ശത്രുവായി എന്റെ എതിര് നിന്ന് എന്നെ ഓർമ്മിപ്പിക്കണം. അവൾ മുന്നിൽ കിടന്ന് നരകിക്കുന്നത് എനിക്ക് കാണണം. ഇനി അങ്ങോട്ട് ഓരോന്നും കണ്ട് മരവിച്ച് നിൽക്കാനേ അർച്ചനയ്ക്ക് കഴിയും. അതിനെ ഞാൻ സമ്മതിക്കും. ഞാനായിട്ട് ഇതിനിറങ്ങിയ ഇടിച്ച് തെറിപ്പിക്കൽ മാത്രമല്ല, അവന്റെ നെഞ്ചിക്കൂടെ കയറ്റി ഇറക്കുകയും ചെയ്തേനെ. കൊല്ലാനുള്ള വൃന്ദാവനം വീട്ടിലെ ശത്രുക്കളുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് അർച്ചനയുടേതായതുകൊണ്ട് അനൂപിനുള്ള മരണശിക്ഷയിൽ ചെറിയൊരു ഇളവ് കൊടുത്തു. എങ്ങനെയും അർച്ചന തിരികെ ഇവിടെ എത്തിക്കണം എന്നല്ലാതെ വേറൊരു ഉദ്ദേശവും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഒന്ന് പേടിപ്പിച്ചു വിട്ടോന്നേ ഉള്ളൂ. അർച്ചന, തനിക്ക് പേഴ്സണലായി പല പ്രശ്നങ്ങളും കാണും. അത് തൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനതിൽ ഇടപെടുന്നില്ല. പക്ഷേ തൻ്റെ കണ്ണ് നിറയുന്നത് കണ്ടു നിൽക്കാൻ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവെന്ന നിലയിൽ എനിക്കല്പം പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയണം തൻ്റെ പ്രശ്നം എന്താ. അത് സച്ചേട്ടാ, ഒന്നുമില്ല എന്നുള്ള സ്ഥിരം പല്ലവി പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതേണ്ടതാൻ. കാര്യം എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. ആതിരയുടെ കാര്യം ഓർത്താ? ആതിരയ്ക്ക് എന്ത് പറ്റി?  ആ വിവാഹം അവരേകദേശം ഉറപ്പിച്ച മട്ട.  ആ വിവാഹം അവരേകദേശം ഉറപ്പിച്ച മട്ട.                                                                                                                          ആതിരയ്ക്ക് എന്ത് പറ്റി?
അവളെ അന്ന് പെണ്ണ് കാണാൻ വന്നിരുന്ന ആ പയ്യൻ ഇന്ന് വീട്ടിൽ വന്നിരുന്നു എന്ന്. അവൻ എല്ലാവരോടും സംസാരിച്ച് കയ്യിലെടുത്തു എന്ന് ആതിര പറഞ്ഞ്. പിന്നെ അവളോട് എന്തൊക്കെയോ മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ്. ഇതിനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല സച്ചേട്ടാ. ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കിയേ പറ്റൂ. അവൻ്റെ പേരും ഡീറ്റെയിൽസും ഒരു ഫോട്ടോയും അയക്കാൻ പറ അവളോട്. നമുക്കതിന് പരിഹാരം കണ്ടുകളയാൻ. ഉം. തൻ്റെ വിഷമവും ടെൻഷനും ഒക്കെ മാറിയെങ്കിൽ താൻ എനിക്കൊരു കോഫി ഇട്ടുകൊണ്ട് വന്നേ. താനെന്ന് അവിടെ വന്നേ. താൻ കരഞ്ഞത് ഈ ഒരു കാരണം കൊണ്ടല്ലെന്ന് എനിക്കറിയാം. ഇതിലും വലിയ എന്തോ ഒരു പ്രശ്നം തന്നെ അലട്ടുന്നുണ്ട്. അത് ഞാൻ ചോദിച്ചാലും താൻ പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വമായിട്ട് ചോദിക്കുന്നില്ല. ആ പ്രശ്നം എന്തു തന്നെയായാലും ഉടനെ പരിഹരിക്കണം താൻ. ഒന്നുകൂടി അതിൻ്റെ പേരിൽ എൻ്റെ മുന്നിൽ നിന്ന് കണ്ണു നിറയ്ക്കാൻ അവസരം ഉണ്ടാക്കരുത്. എന്നാ കോഫി ഇട്ടുണ്ടോ? നീയും കൂടി ഇരിക്കേ. ഞാൻ പിന്നെ കഴിച്ചോളാം. അനൂപിന് കഞ്ഞി കൊടുത്തോ മീനെ? കൊടുത്തു. ഗുളിക കഴിച്ച ക്ഷീണം കൊണ്ട് ഉറങ്ങി. അവണിയോ? അവളും ഉറങ്ങി. അജയന്റെ അമ്മ വിളിച്ചിരുന്നു. ഇനിയും വെച്ച് താമസിപ്പിക്കണമെന്നാ അവര് ചോദിക്കുന്നത്. ഇത് നമ്മളായിട്ട് താമസിപ്പിക്കുന്നതല്ലോ മോളെ. നിനക്കറിയാവുന്നല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. എല്ലാ അച്ഛനമ്മമാരും അവരുടെ ഇല്ലായ്മയിൽ നിന്ന് തന്നെ പെൺമക്കളെ കെട്ടിച്ചു വിടുന്നത്. അതൊക്കെ ആ സമയമാകുമ്പോൾ നടക്കും. എന്നെ ഇവിടേക്ക് കെട്ടിച്ചു വിട്ട കടം ഇപ്പോഴും എന്റെ വീട്ടുകാർക്ക് തീർന്നിട്ടില്ല. ഇതൊക്കെ എല്ലായിടത്തും പതിവുള്ളത് തന്നെയാ. പിന്നെ ഇവിടെ മാത്രം എന്ത് പ്രത്യേകതയെന്നാ എനിക്ക് മനസ്സിലാകാത്ത. ആ അജയം വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അവനെ പോലും ഒരുത്തരം കിട്ടാനേ ഇവിടെ 7 ജന്മം തപസിരിക്കണം. അനൂപേട്ടനെ പോലെ നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ളവനാ അജയൻ. അനൂപേട്ടനെ കിട്ടാൻ ഏട്ടത്തി എന്നിട്ട് എത്ര ജന്മം തപസിരുന്നു? ഞാനല്ല, നിന്റെ ഏട്ടനെ തപസിരിക്കേണ്ടത്. എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നേലേ പണ്ടേ കളഞ്ഞിട്ട് പോയേനെ. അതിന് മാത്രം നിനക്കിവിടെ എന്ത് പ്രശ്നമാടി ഉള്ളത്? അയ്യടാ, നിങ്ങൾ എല്ലാവരും ഇപ്പൊ അതൊന്നും സംസാരിക്കാതെ ആ അജയന്റെ അമ്മയോട് ഞാൻ എന്ത് പറയണമെന്ന് പറ. ഈ വിവാഹം നടക്കില്ലെന്നും മോൻ വേറൊരു പെണ്ണിനെ നോക്കാനും പറഞ്ഞേക്കും. നല്ല ഡയലോഗ്. 100 പവനും 1 ഏക്കർ സ്ഥലവും കാറും ഒക്കെ കൊടുത്തല്ലേ നിന്നെ പറഞ്ഞു വിടാൻ പോകുന്നത്. അതുകൊണ്ട് അജയൻ ഇല്ലേലും ചെറുപ്പക്കാര് വരിവരിയായിട്ട് നിന്നോളും. ഈ പറഞ്ഞതൊക്കെ ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞാലും എനിക്ക് അയാളെ വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.